السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل رسل الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് യാത്രയെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാകാശവും കടന്നു അവിടെയുള്ള എല്ലാ ദൃശ്യങ്ങളും കണ്ട് മുന്നോട്ട് ഗമിക്കുകയാണ്. ഓരോ ആകാശത്തിൽ വെച്ചും പ്രത്യേകം അമ്പിയാക്കളെ കണ്ടു. അവരൊക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ബൈത്തുൽ മാമൂർ, സിദ്റത്തുൽ മുൻതഹ ഇതെല്ലാം കണ്ട കാര്യം നമ്മൾ പറഞ്ഞു. പിന്നീട് മുന്നോട്ട് ഗമിച്ച് ബഹറുന്നൂറിൻ്റെ കരക്കെത്തിയപ്പോൾ പ്രകാശത്താലുള്ള സമുദ്രം, എന്തൊക്കെയാണ് ഏഴാകാശത്തിന് മേലെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചത് അവനക്ക് മാത്രമേ അറിയൂ. അങ്ങനെ ഒരു ലോകം, അവിടുന്ന് ഏഴാകാശത്തിൻ്റെ അപ്പുറത്തേക്കാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് യാത്രാ ഗൈഡായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വിട പറയുകയാണ്. ഇനി എനിക്കങ്ങോട്ട് അലോഡില്ല, ഞങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ട്, ആ പരിധി വരെ വരാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അലോഡില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പോകണം, ഒറ്റക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രയാക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക്. കിതാബുകളിലൊക്കെ കാണാം, ഒരു മേഘം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉയർത്തിക്കൊണ്ടുപോയി എന്നും. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുദർശനം നൽകി. അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നേ അതിനർത്ഥമുള്ളൂ. അള്ളാഹ് അവിടെ ഏഴാകാശത്തിൻ്റെ അപ്പുറത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുകയാണ്, എന്നിട്ട് അങ്ങോട്ട് ഹബീബിനെ ക്ഷണിച്ചു വരുത്തിയതാണ് എന്നൊന്നും മനസ്സിലാക്കി പോകരുത്. അള്ളാഹു തആല റസൂലുള്ളാഹിനെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പിൽ അതിൻ്റെ പിന്നിൽ പല രഹസ്യം ഉണ്ടാവും. എല്ലാവരെക്കാളും ശേഷമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹ്ക്ക് എല്ലാവരെക്കാളും ഇഷ്ടം ഹബീബിനോടാണ് എന്നെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആർക്കും അലോടില്ലാത്ത സ്ഥലത്തേക്ക് അള്ളാഹിൻ്റെ ഹബീബിനെ ക്ഷണിച്ചു വരുത്തിയത്. അല്ലാതെ അള്ളാഹ് അവിടെ ഇരിക്കുകയാണ്, അള്ളാഹിൻ്റെ വീട് അവിടെയാണ്, അള്ളാഹിൻ്റെ അർശ് അവിടെയാണ്, കുർസിയിൽ അവിടെ ഇരിക്കുകയാണ് എന്നൊന്നും നമ്മളാരും വിശ്വസിക്കാൻ പാടില്ല. അതൊന്നും ശരിയായ വിശ്വാസമല്ല. അള്ളാഹ് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സംസാരിക്കാനും സംഭാഷണം നടത്താനും അവിടുത്തെ തിരുദർശനം നൽകാനും അള്ളാഹു ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ കൊണ്ടുപോയി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അങ്ങനെ കൊണ്ടുപോയി റബ്ബ് സുബ്ഹാനഹു വ തആലയെ ദർശനം നൽകി. അള്ളാഹുവിൻ്റെ ദർശനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. ഈ ദുനിയാവിൽ ആഖിറത്തിന് മുമ്പ്, മരണത്തിന് മുമ്പ് ഒരാൾക്കും അള്ളാഹു ഹബീബിനല്ലാതെ, അവൻ്റെ ഹബീബിനല്ലാതെ വേറെ ആർക്കും അള്ളാഹു ദർശനം നൽകിയിട്ടില്ല. അള്ളാഹിൻ്റെ പരിശുദ്ധതാത്തിന് കാണിച്ചു കൊടുത്തിട്ടില്ല. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. കണ്ട് ആസ്വദിക്കാനേ കഴിയൂ, മറ്റുള്ളവർക്കത് വിവരിച്ചു കൊടുക്കാൻ കഴിയില്ല. അള്ളാഹിൻ്റെ റസൂല് മേറാജിൻ്റെ ഹദീസൊക്കെ പറയുന്നിടത്ത് ഞാൻ എൻ്റെ റബ്ബിലേക്ക് നോക്കി റബ്ബിനെ കണ്ടു എന്ന് പറയാമെന്നല്ലാതെ ഏത് രൂപത്തിൽ കണ്ടു, എങ്ങനെ കണ്ടു എന്നൊന്നും ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? റബ്ബിനൊക്കെ അങ്ങനത്തെ ഒരു സിഫത്തില്ല, ഇന്ന ഒരു രൂപമില്ല. രൂപമുണ്ടെങ്കിൽ ഇന്ന രൂപത്തിലാണെന്നുള്ള ഇവിടെ ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ കോലത്തിലാണെങ്കിലല്ലേ ഇന്ന രൂപത്തിലാണെന്ന് പറയാനൊക്കൂ. അള്ളാഹ് തന്നെ പരിചയപ്പെടുത്തിയത് എന്താ? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവില്ല
ഏതെങ്കിലും അള്ളാഹിൻ്റെ സൃഷ്ടികൾപ്പെട്ട ഏതെങ്കിലും ഒന്ന് പോലെയാണ് അള്ളാഹ് എന്ന് പറയാനൊക്കില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരാളും അള്ളാഹുവിനോട് സദൃശമായവരല്ല. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞതാണ്. അതാണ് ശരിയായ വിശ്വാസം. അള്ളാഹു അർശിലിരിക്കുകയാണ്, അർശിൻ്റെ മേലെ തന്നെ കുത്തിരിക്കുകയാണ്, അവർക്ക് കയ്യുണ്ട് കാലുണ്ട്. ഇതൊന്നും നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതല്ല. അത്തരം വിശ്വാസത്തിലൊന്നും നമ്മൾ പെട്ടുപോകരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ അള്ളാഹ് വിട്ട് കൊണ്ടുപോയതുകൊണ്ട് അവിടെയാണ് അള്ളാഹ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ട. അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് റസൂലുള്ളാഹിക്ക് ദർശനം കൊടുക്കാൻ അള്ളാഹു തആല തീരുമാനിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നേ അതിനർത്ഥമുള്ളൂ. അവിടെ റബ്ബിനെ കണ്ട സമയത്ത് സുജൂദിലായിട്ട് വീണു, കാഴ്ചകൾ സമർപ്പിച്ചു. അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അഭിവാദ്യമർപ്പിച്ചു. അള്ളാഹിനെ കണ്ടപ്പോൾ അള്ളാഹുവിന് എല്ലാ തഹിയ്യത്തുകളും കാഴ്ചകളും എല്ലാം അള്ളാഹ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് അത്തഹിയ്യാത്ത് സമർപ്പിച്ചു. അപ്പോൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മറുപടി വന്നു. നബിക്ക് അള്ളാഹു സലാം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കാര്യം ഉമ്മത്തിനൊന്നും മറന്നില്ല. അവിടെ വെച്ച് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ഹബീബും പറഞ്ഞു. ഞങ്ങൾക്കും അള്ളാഹിൻ്റെ സാലിഹീങ്ങളായ അടിമകൾക്കും സലാം വേണം എന്നർത്ഥമുള്ള പദങ്ങളും പറഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അങ്ങനെ പല സംഭാഷണങ്ങളും റബ്ബും ഹബീബുമായി സംസാരിച്ചു. പലതും സംസാരിച്ചു. ചിലതൊക്കെ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് നമുക്കറിയാം, അല്ലാത്തത് നമുക്കറിയില്ല. ഏതായാലും അള്ളാഹുവിൻ്റെ ഹബീബ് സൃഷ്ടാവായ റബ്ബിനെ കണ്ടു. ഏത് ദർശനമാണിത്? മൂസാ നബി അലൈഹിസ്സലാമിന് പോലും റബ്ബ് നിഷേധിച്ച, കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ ദർശനം. അതാണ് അവൻ്റെ ഹബീബിനിക്ക് അള്ളാഹു തആല നൽകിയത്. നമുക്കറിയാമല്ലോ മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്ന വാക്ക് കലീമുല്ലാ എന്നല്ലേ. അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ച ആളാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചപ്പോൾ ആ സംസാരത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചപ്പോൾ ഒന്ന് കാണിച്ചു കൊണ്ട് തന്നെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, റബ്ബി അരിനി അൻദുർ ഇലൈക്ക്. മൂസാ നബി പറഞ്ഞു, റബ്ബേ ഇതൊന്ന് എന്നെ കാണിച്ചോണ്ട, അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, എന്താ? ലൻ തറാനി, എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, എങ്കിലും ആ പർവ്വതത്തിലേക്ക് നോക്കൂ. ഫൈനിസ്തഖറ മക്കാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അതേ സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ വഖറ മൂസാ സഇഖാ. റബ്ബിൻ്റെ നൂറാനിയത്ത് ആ പർവ്വതത്തിലേക്ക് പതിച്ചപ്പോൾ ജഅലഹു ദക്കൻ, അത് പൊടിഞ്ഞുപോയി. പർവ്വതം പൊടിഞ്ഞ് കീഴോട്ട് വീണു, താഴോട്ട് വീണു. ഈ രംഗം കണ്ടപ്പോൾ ഖറ മൂസാ സഇഖാ, മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ടു വീണു. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ ദർശനമാണ് അള്ളാഹിൻ്റെ ഹബീബിന് അള്ളാഹു തആല നൽകിയത്. അതിനുള്ള ശക്തിയും അതിന് പാകപ്പെട്ട ഹൃദയവും വേണം, എന്നാലേ കാണാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് യാത്രക്ക് മുമ്പായിട്ട് ഒരു ശസ്ത്രക്രിയയൊക്കെ നടത്തിയത്. ബൈപ്പാസ് ശസ്ത്രക്രിയയൊക്കെ നടത്തിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. അതിനുള്ള ധൈര്യമൊക്കെ വേണം. അങ്ങനെ റബ്ബിനെ കണ്ടു. അവിടെ വെച്ച് സംഭാഷണമൊക്കെ നടത്തി. അവിടെ നിന്നാണ് 50 നിസ്കാരം ഫർളാക്കപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ആ 50 നിസ്കാരവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുന്നു.
പിന്നെ വഴിക്ക് വെച്ച് മൂസാ നബി അലൈഹി സ്വലാം ഇടപെടുന്നത് ഇൻഷാ അള്ളാഹ് നമുക്ക് പ്രതിപാദിക്കാം. അടുത്ത വോയിസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ അള്ളാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അള്ളാഹ്. ഷഅബാനിലും ബറക്കത്ത് നൽകണേ അള്ളാഹ്. പരിശുദ്ധ റമദാനിനെ റബ്ബെ ആഫിയത്തോടെ റബ്ബെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അള്ളാഹ്. റബ്ബെ, മനസ്സ് ക്ലിയറാക്കി റബ്ബെ പരിശുദ്ധ മാസങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കലിമയിൽ മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുള്ള നീ സുഖപ്പെടുത്തണേ അള്ളാഹ്. നീയാണ് ഷാഫി അള്ളാഹ്. റബ്ബെ, ഞങ്ങളെ തളർത്തി ഒരു മൂലയിൽ കിടത്തിക്കളയില്ല അള്ളാഹ്. റഹ്മാനായ റബ്ബെ, മാരകമായ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ളാഹ്. റബ്ബെ, എല്ലാവിധ ആപത്ത് മുസീബത്തുകൾ തൊട്ടും കാക്കണേ അള്ളാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അള്ളാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അള്ളാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അള്ളാഹ്. പല ഉദ്ദേശങ്ങൾ വെച്ച് പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.